ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബ്ബൂസ്. മൈദ കുബ്ബൂസും ഇതും തമ്മിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുബ്ബൂസാണിത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യണം തോന്നിയാൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് പുളിയുള്ള തൈര് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു റൊട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ തന്നെ കുഴക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ബലം കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം, ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ. എന്നിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ബൗളിലേക്ക് നമ്മുടെ മാവ് മാറ്റുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ബോൾസാക്കി മാറ്റാം. ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിലല്ല, കുറച്ച് ഒരു പൊടിക്ക് കൂടുതൽ വലുപ്പത്തിലെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തി പോലെ അത്ര തിന്നാക്കണ്ട, ചെറിയൊരു തിക്നെസ് കൊടുക്കുക. കുബ്ബൂസ് എപ്പോഴും നല്ല തിന്നായിട്ടല്ല ഉണ്ടാവുക, കുറച്ചൊരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. അതുപോലെ അധിക വട്ടവും ഉണ്ടാവില്ല. പിന്നെ ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടണ്ടേ. നമ്മൾ കുബ്ബൂസൊക്കെ പൊതുവേ ഷവർമ ഉണ്ടാക്കാനും ഒക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടണം. ഒന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വന്നിട്ട് വെന്ത് തുടങ്ങുമ്പോഴാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ഭാഗം ജസ്റ്റ് ഒന്ന് ആ ഒരു കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഒന്നങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെർഫെക്റ്റ് ആയിനോ നോക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, ഇതിൽ 2 പാളിയായിട്ട് ശരിക്കും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ള ഗ്യാപ്പും ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുബ്ബൂസാണിത്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മയോണൈസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ചപ്പാത്തി ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്